ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ട് എൻഡ് ക്രിയേറ്റ് ചെയ്യാം. ഫ്രണ്ട് എൻഡിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു യൂസറിനെ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഒരു ഇമെയിൽ ഫീൽഡും അതുപോലെ തന്നെ ഒരു നെയിം ഫീൽഡും വേണം. എന്നിട്ട് എന്ത് ചെയ്യുക? സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ ബാക്ക് എൻഡിൽ വന്ന് ഡാറ്റാബേസിൽ സ്റ്റോർ ആവണം ആ യൂസറിന്റെ ഡീറ്റെയിൽസ്. എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യണം? ടാബിളായിട്ട് ഫ്രണ്ടിൽ നമുക്ക് കാണിച്ചു തരുകയും വേണം. അത് ഓരോ ടാബിളിലും നമുക്ക് ആക്ഷൻസിൽ നമുക്ക് എന്തൊക്കെ വേണം? എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഇതാണ് ഗ്രെഡ് ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നേരെ ഫ്രണ്ട് എൻഡിലേക്ക് പോവാം. ഫ്രണ്ട് എൻഡിൽ ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കി വെച്ച അതിൽ നമുക്ക് എന്തുണ്ട്? കുറച്ച് കാര്യങ്ങളുണ്ട്. ടെംപ്ലേറ്റ് ആയിട്ട് നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം. ആപ്പ് ഡോട്ട് സി എസ് എസ് ഒഴിവാക്കാം. ഇൻഡെക്സ് ഡോട്ട് സി എസ് എസ് ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇവിടെ ആപ്പ് ഡോട്ട് ജെ എസ് എക്സിൽ നമുക്ക് എന്താ ഈ ഫ്രാഗ്മെന്റ്സിനുള്ളിലെ ഇതിൻ്റെ ഉള്ളിലെ എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കണം. ഓക്കെ, ഇതൊന്നും നമുക്കിപ്പോൾ ആവശ്യമില്ല. ഇതൊക്കെ കൗണ്ടിൻ്റെതാണ്, ആദ്യം തരുന്നതാണ് റിയാക്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് ആഡ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഒരു ഫോം ഉണ്ടാക്കണം. അതിലെന്തൊക്കെ വേണം? ഇമെയിലും നെയിമും ഇമെയിലും അതുപോലെ തന്നെ ഒരു സബ്മിറ്റ് ബട്ടണും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഒരു ഇൻപുട്ട്, അതുപോലെ തന്നെ ടോട്ടൽ 2 ഇൻപുട്ട്, നെയിമും ഇമെയിലും. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സബ്മിറ്റ് ബട്ടണും. ഓക്കെ, ബട്ടണ് സബ്മിറ്റ്. ഓക്കെ, സബ്മിറ്റ് എന്ന് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ 2 ഇൻപുട്ടിലുള്ള കാര്യങ്ങളും ബാക്കിലേക്ക് സെൻഡ് ചെയ്യണം. ബാക്ക് എൻഡിലേക്ക് സെൻഡ് ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഡാറ്റാബേസിൽ സ്റ്റോർ ആവണം. അതാണ് ഫസ്റ്റത്തെ ടാസ്ക്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ക്രെഡ് ആപ്ലിക്കേഷനിൽ ക്രിയേറ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യുക? ഇതിലൊരു പ്ലേസ് ഹോൾഡർ എടുക്കാം. പ്ലേസ് ഹോൾഡർ, എൻ്റർ യുവർ ഇമെയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ പ്ലേസ് ഹോൾഡർ, എൻ്റർ യുവർ പാസ്വേഡ് വേണ്ട, നെയിം. ഓക്കെ, അങ്ങനെ 2 കാര്യങ്ങൾ കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മളെ വെബ്സൈറ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫ്രണ്ട് എൻഡിൽ വന്ന് npm റണ്ടപ്പ് അടിച്ചു കഴിഞ്ഞാൽ എന്താവും? റൺ ആവും. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. പോയി നോക്കുന്നേരം ഒരു നെയിമും ഒരു ഇമെയിൽ അടിക്കാനുള്ളതും നെയിം അടിക്കാനുള്ളതും ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടി? ഇതിൽ എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യണം? സേവ് ആവണം. ഓട്ടോമാറ്റിക്കലി നമുക്ക് എടുത്തു വെക്കണം. ഇതിൽ റിയാക്റ്റിൽ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേനോ? യൂസ് സ്റ്റേറ്റിൽ നമുക്ക് എന്താണ്? വേരിയബിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് യൂസ് സ്റ്റേറ്റ്. അപ്പം നമുക്ക് 2 യൂസ് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടാക്കണം. ഒന്ന് ഇമെയിലിനും ഒന്ന് നെയിമിനും. അപ്പം എന്ത് ചെയ്യുക? കോൺസ്റ്റ് നെയിം സെറ്റ് നെയിം ഈക്വൽ ടു യൂസ് സ്റ്റേറ്റ്. യൂസ് സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ, അതിലേക്ക് നമ്മൾ അടിക്കുന്ന സമയത്തല്ലേ വരിക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ നെയിമും അതുപോലെ തന്നെ എന്തുണ്ട്? ഇമെയിലും. ഓക്കെ, സെറ്റ് ഇമെയിൽ എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് 2 നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൽ നമുക്ക് എന്തടിക്കുന്ന സമയത്തും ഓൺ ചേഞ്ചിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ വിളിക്കാം. ആ കോൾ ബാക്ക് ഫംഗ്ഷനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഇമെയിൽ. ആദ്യം സെറ്റ് ഇമെയിലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളോട്ട് ഈ പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഓൺ ചേഞ്ചിൽ സെറ്റ് ഇമെയിലിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഇമെയിലിലേക്ക് അത് കയറിക്കോളും. ഓക്കെ, അതാണ് ഓൺ ചേഞ്ച്. ഓൺ ചേഞ്ച് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ഓരോ ചേഞ്ചസ് വരുന്ന സമയത്തും അത് ഓട്ടോമാറ്റിക്കലി ഇമെയിലിലേക്ക് സേവ് ആവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് വേണം, നെയിമിന്റെ കേസിൽ അതുപോലെ തന്നെ വേണം. നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക, ഇവിടെ എന്ത് ചെയ്യുക, സെറ്റ് ഇമെയിലിന് പകരം സെറ്റ് നെയിം എന്നാക്കി കൊടുത്ത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കെൻഡിലേക്ക് കോള് പോകണം. ബാക്കെൻഡിലേക്ക് ഒരു ഒരു റിക്വസ്റ്റ് പോകണം, എന്ത്, ഈ ഒരു സംഭവം സേവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ കൊടുക്കാം. ഓൺ ക്ലിക്ക് ഫംഗ്ഷനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടാണ് അതിന്റെ മുമ്പ് ഇവിടെ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാം, കോൺസ്റ്റ് ഓൺ സബ്മിറ്റ്. ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മളിവിടെ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ളിലേക്ക് ഓൺ സബ്മിറ്റ്. ഓക്കെ, ഓൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇത് കോൾ ചെയ്യും. ഓക്കെ, ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്താ വേണ്ടേ, ഇവിടെ നമുക്ക് APIനെ വിളിക്കണം. എന്താണ് API? API എന്ന് പറഞ്ഞാല് നമുക്ക് സപ്പോസ് നമ്മളൊരു ഒരു ഒരു ഹോട്ടലിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് കിച്ചണിൽ പോയിട്ട് എന്തായാലും ഓരോ കാര്യങ്ങളൊന്നും ഓർഡർ ചെയ്യില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ഈ വെയിറ്ററിനോട് പറയും, എന്ത്, എനിക്കിത് വേണം. അപ്പോൾ വെയിറ്റർ അവിടെ പോയിട്ട് ബാക്കിൽ പോയി അവിടുന്ന് ഫുഡ് എടുത്ത് കൊണ്ടുവന്ന് സെർവ് ചെയ്യും അല്ലേ. അവിടെ വെയിറ്റർ ചെയ്യുന്ന അതേ ജോലിയാണ് ഇവിടെ API ചെയ്യുന്നത്. API എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് എൻഡിൽ നിന്ന് കിട്ടുന്ന റിക്വസ്റ്റ് ബാക്ക് എൻഡിലേക്ക് എത്തിക്കുകയും ബാക്ക് എൻഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് നേരെ ഫ്രണ്ട് എൻഡിലേക്ക് എത്തിക്കുന്ന ആളാണ് ആര്, API. APIന്റെ ഫുൾ ഫോം ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ API വിളിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്സിയോസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ആക്സിയോസ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ആണ്. ഓക്കെ അല്ലെ, മൊഡ്യൂൾ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യാം. npm i ആക്സിയോസ്. ഓക്കെ, നമ്മൾ ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ആ APIനെ വിളിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ആക്സിയോസ് ഡോട്ട്, നമുക്ക് ആക്സിയോസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ആക്സിയോസ് ഫ്രം ആക്സിയോസ്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്ത് ആക്സിയോസ് ഡോട്ട് നമുക്ക് എന്താ ബാക്കിലേക്ക് അയക്കാനുണ്ടാകുന്ന സമയത്ത്, ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ഉപയോഗിക്കുക, പോസ്റ്റ്, ആക്സിയോസ് ഡോട്ട് പോസ്റ്റ്. ഓക്കെ, പോസ്റ്റിനുള്ളിൽ ഇതിനുള്ളിൽ ബാക്കെൻഡിലത്തെ URL ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്കെൻഡിലത്തെ URLും അതുപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കണം, ഇവിടെ നമുക്ക് ബാക്കെൻഡിലേക്ക് എന്താണ് അയക്കേണ്ടത്, നമുക്ക് എന്തൊക്കെ ബാക്കെൻഡിലേക്ക് അയക്കേണ്ടത്, നെയിമും അതുപോലെ തന്നെ ഇമെയിലും. ഓക്കെ, നമുക്ക് ഈ ഒരു ഏതെങ്കിലും ഒരു ലിങ്കിലേക്ക് പോകുന്ന സമയത്ത് അവിടേക്ക് എന്ത് അയക്കണം, നെയിമും ഇമെയിലും അയക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ബാക്കിൽ പോയിട്ട് നമുക്ക് ആ ഒരു ഇവിടെ കൊടുക്കാനുള്ള ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, നേരെ server.js പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഒരു റൗട്ട് ക്രിയേറ്റ് ചെയ്യാം. എന്താ, ആപ്പ് ഡോട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ്. ഓക്കെ, പോസ്റ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, /get add user add user കോമ, എന്നിട്ട് എന്ത് കൊടുക്കുക, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു റൗട്ടിന്റെ ഒരു ഫോർമാറ്റ്. ഇതിൽ ഇവിടെ എന്ത് വരും, റിക്വസ്റ്റ് കോമ റെസ്പോൺസ്. ഓക്കെ, ആഡ് യൂസർ കൊടുക്കണം. അതുപോലെ തന്നെ ഈ റൗട്ടിലേക്ക് ഈ ഒരു ഇതിലേക്കാണ് വരിക, ആഡ് യൂസറിലേക്കാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ റിക്വസ്റ്റ് റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ നിന്ന് വരുന്ന റിക്വസ്റ്റിന്ന് കുറച്ച് കാര്യങ്ങൾ എടുക്കണം. എന്തൊക്കെ, കോൺസ്റ്റ്
അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത് ഇമെയിലും നെയിമോ റിക്വസ്റ്റിന്റെ ബോഡി വഴിയാണ് വരുന്നത്. ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് BODY. ഓക്കെ, ബോഡി വഴി വന്നു. ഓക്കെ, നമുക്കിവിടെ ഇത് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ലോഗിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമെയിൽ നെയിം. ഓക്കെ, ഇങ്ങനെ പ്രിന്റ് ചെയ്തു. നേരെ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പിന്നെയും നമുക്ക് ഫ്രണ്ട് എൻഡിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് app.jsxനുള്ളിൽ നമുക്കിപ്പോ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലോക്കൽ ഹോസ്റ്റ് /add user. ഇതിലേക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പാസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നേരെ എന്ത് ചെയ്യും, ഇത് വിളിക്കും, ഈ ആക്സിയോസ് ഈ ഒരു ലിങ്കിനെ വിളിക്കും, 3000 ലോക്കൽ ഹോസ്റ്റ് 3001 വിളിക്കും. ആ വിളിക്കുന്നതിനോടൊപ്പം എന്ത് ചെയ്യും, പോസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നെയിമും ഇമെയിലും അയക്കും. ഓക്കെ, ഇമെയിൽ അയച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, നേരെ server.jsൽ വന്നിട്ട് ഇവിടേക്കാണ് ആഡ് യൂസറിലേക്കാണ് എത്തുക. അതിൽ റിക്വസ്റ്റ് ബോഡി വരും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെ കൺസോൾ ചെയ്യും. നമുക്കിപ്പോൾ ബാക്ക് എൻഡ് റൺ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വൈറ്റ് ലിസ്റ്റഡ് IP അഡ്രസ് വൈറ്റ് ലിസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മളെ പ്രൊജക്റ്റിലൊന്നുകൂടി വരാം. ഇവിടെ ഡാറ്റാബേസ് നെറ്റ്വർക്ക് ആക്സസിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ IP അഡ്രസ് ലിസ്റ്റിൽ ആഡ് IP അഡ്രസ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ 0.0.0.0/0 എന്ന് കൊടുത്തു. നമുക്ക് ഡെവലപ്മെന്റിൽ സമയത്താണ് നമ്മൾ ഇത് യൂസ് ചെയ്യുക. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തുനിന്ന് വരുന്ന റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എല്ലാ IP-ന്ന് വരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. എന്ത് ചെയ്യാം, ഇതൊന്ന് ആക്റ്റീവ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മളത് ആക്റ്റീവ് ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്നുകൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് റെഡിയാണ്, ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട്. നേരെ വരിക, ഇതൊന്നുകൂടി ഒന്ന് നമുക്ക് ഒന്ന് npm സ്റ്റാർട്ട് അടിച്ചു നോക്കാം. അപ്പൊ നമുക്ക് നേരെ ഡാറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് JSON ഫോർമാറ്റിൽ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, app.use express.json. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം കൂടി കൊടുക്കണം. ഇതൊരു മിഡിൽ വെയർ ആണ്, ഇതെല്ലാത്തിലും കൊടുക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്തും കൊടുക്കണം, കോഴ്സ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് കോഴ്സ് ഫ്രം കോഴ്സ് ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കോഴ്സ് കൂടി കൊടുക്കാം. കോഴ്സ് എന്ന് വെച്ചാൽ സെയിം ഫ്രണ്ട് എൻഡിൽ നിന്നാണോ വരുന്നതെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് കോഴ്സ് ഉപയോഗിക്കുന്നത്. app.use കോഴ്സ്. ഓക്കെ, അതിൽ കോഴ്സിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഒറിജിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താ അതിന്റെ ഒറിജിൻ ഏതാന്നുള്ളതാണ് വേണ്ടി, ഏത് ഫ്രണ്ട് എൻഡിൽ നിന്നാണ് വരുന്നതെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ക്രെഡൻഷ്യൽസ് ട്രൂ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പ് ചെയ്തില്ലേ. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രണ്ട് എൻഡിലെ ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് എൻഡിന്റെ ലിങ്ക് ഇപ്പം റണ്ട പഠിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ഈ ലിങ്ക് എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് നേരെ ഒറിജിനൽ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡിൽ നമ്മൾ ഏതായാലും കണക്ട് ആക്കി. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് എൻഡിൽ നമുക്ക് ആ ആക്സിയോസ് വിളിക്കുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇവിടെ വരിക, ഇവിടെ എന്ത് ചെയ്യാം, http/localhost 3001 ബാക്ക് എൻഡ് 3001/add user.
ഓക്കെ, ആഡ് യൂസറിലേക്കാണ് പോവുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം, ഇത് അവൈറ്റ് ചെയ്യണം. ഇത് നടക്കുന്നവരെ അത് വെയിറ്റ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അസിങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അവൈറ്റ്. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം നമ്മുടെ വെബ്സൈറ്റിൽ. ഇവിടെ നേരെ വെബ്സൈറ്റിൽ വരിക. ജസ്റ്റ് nishan@gmail.com അതുപോലെ തന്നെ നിഷാൻ എന്നടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബാക്ക് എൻഡിൽ ഒന്ന് പോയി നോക്കാം. ബാക്ക് എൻഡിൽ പോയി നോക്കിയാണ്ടോ, നിഷാൻ അതുപോലെ തന്നെ nishan@gmail.com നിഷാൻ ഇവിടെ വന്നിട്ടുണ്ട്, ബാക്ക് എൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്ത് പഠിക്കും, ബാക്ക് എൻഡിൽ ഒരു സ്കീമ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ബാക്ക് എൻഡിലേക്ക് അയച്ച നെയിം അതുപോലെ തന്നെ ഇമെയിലും നെയിമും നമുക്ക് എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യണം. അപ്പോൾ മോഡലും സ്കീമയും വെച്ചിട്ടാണ് ആ സ്റ്റോർ ചെയ്യുക. അതെങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും കണ്ട് മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, ചെയ്ത് പഠിക്കാം.